മനസ്സിലാക്കണം. ഈ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ ഫെഡറലിസത്തിന്റെ 4 തൂണുകൾ എന്ന് പറയപ്പെടുന്ന നിയമനിർമ്മാണ സഭയും നീതിന്യായ വ്യവസ്ഥിതിയും കാര്യനിർവഹണ വിഭാഗവും മാധ്യമങ്ങളും എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു ഭരണകൂടത്തിനും കൈകടത്താൻ കഴിയാത്ത വിധം സ്വതന്ത്രമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഇടങ്ങളാണ്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആധിപത്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ 4 തൂണുകളിലേക്കും ഫാസിസത്തിന്റെ കരാള ഹസ്തങ്ങൾ പതുക്കെ പതുക്കെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കണമെങ്കിൽ ആരെ പിടിക്കണം? നമുക്കറിയാം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ വളരെ വലിയ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ അധികാര കേന്ദ്രങ്ങൾക്കുള്ള പ്രതിരോധം, പ്രതിഷേധം, നമ്മുടെ മൗലിക അവകാശങ്ങൾ ഒക്കെ നിർണയിക്കാൻ കഴിയുന്ന ഒരു വജ്രായുധം എന്ന് പറയുന്ന വോട്ട്, സമ്മതിദാന അവകാശം, ഒരു ഭരണകൂടത്തെ നിലനിർത്താൻ, ഒരു ഭരണകൂടത്തെ താഴെയിറക്കാൻ, ജനാധിപത്യ ബോധം രേഖപ്പെടുത്തുവാനുള്ള അവസരം. ആ ജനാധിപത്യ ബോധം രേഖപ്പെടുത്തുവാനുള്ള അവസരത്തെ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആ സംഘം കഴിഞ്ഞ 11 വർഷക്കാലം മുമ്പ് ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായിരുന്നു, നിഷ്പക്ഷമായിരുന്നു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചുകൊണ്ടിരുന്നത് ജുഡീഷ്യറികളായിരുന്നു. ആലോചിക്കണം.